കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജന്മൻ പദ്ധതിയിൽ ജില്ലയിൽ നിന്നടക്കം 5 വനവാസി വിഭാഗങ്ങൾ സംസ്ഥാന തലത്തിൽ ഇടം പിടിച്ചതുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഈ പദ്ധതി പ്രകാരം വനവാസി മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് പേരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കോഴിക്കോട് എന്ന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വനവാസി മേഖലയിൽ നിന്നും ഒരുപാട് പേരെ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാഅഭിയാൻ. ഇതിൽ പ്രധാനമായും 5 വനവാസി വിഭാഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ സാധാരണക്കാരായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, വനവാസി വിഭാഗത്തെയൊക്കെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നിരവധി പദ്ധതികളാണ് ദേശീയതലത്തിൽ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളായി കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ എത്തുന്നുവെന്ന വാർത്തയാണ് ദിസ്ന പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പം ദിസ്നയ്ക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ദേശീയപാത വികസനം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് പലപ്പോഴും ദേശീയപാത വികസനമാണ്. കൃത്യമായി സഞ്ചരിക്കാൻ കഴിയുന്ന സഞ്ചാരയോഗ്യമായ റോഡുകളില്ല എന്നത് രാജ്യത്ത് മുഴുവൻ ഗതാഗത മേഖലയിൽ സമഗ്ര മാറ്റം വരുമ്പോൾ കേരളം പലപ്പോഴും അതിനോട് മുഖം തിരിച്ചു നിന്നിരുന്നു. ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ അത് കൃത്യമായി ഫലം കാണുന്നുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ. ഒന്ന്, വനവാസി മേഖലയിലെ ഇത്തരം പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാ രീതിയിലും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേന്ദ്ര പദ്ധതികൾ. അങ്ങനെ കേന്ദ്ര പദ്ധതികൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ കണ്ടതാണ്. ചിലതൊക്കെ പേര് മാറ്റിയാണെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം ഗോത്രവിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് എപ്പോഴും അത്തരം ഇടപെടലുകളൊന്നും കാണാറില്ല. ഉമേഷ്, പ്രധാനമായും പോലെ പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാഅഭിയാൻ പദ്ധതി പ്രകാരം 5 വിഭാഗങ്ങൾക്കാണ് പ്രധാനമായും ഈ പദ്ധതി ഉപയോഗപ്രദമാകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാസർഗോഡ് ജില്ലയിലെ കൊറഗ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കാട്ടുനായിക്ക, നിലമ്പൂരിലെ ചോലനായിക്ക, അട്ടപ്പാടിയിലെ കുറുമ്പർ, പാലക്കാടും തൃശൂർ മലക്കപ്പാറയിലുമുള്ള കാടർ എന്നീ വിഭാഗങ്ങൾക്കാണ് പ്രധാനമായും പരിഗണന ലഭ്യമാകുന്നത്. രാജ്യത്തെ 75 വനവാസി വിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ദുർബല വിഭാഗങ്ങളായ ആളുകൾക്ക് ഇവർക്കിടയിൽ പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനം നടത്തുവാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതിൽ ശുചിമുറികള്, പൊതു ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഇവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 24,104 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 15,336 കോടി രൂപ കേന്ദ്ര വിഹിതമാണ് വരുന്നത്. 8,768 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. വീട്, റോഡ്, വൈദ്യുതി, ശുദ്ധജലം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടി ഊന്നൽ നൽകിയുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. ഉമേഷ്.